പാതി തിരിഞ്ഞാൽ പോരാ പാതിരിയാകാൻ, പാതിയിൽ നിന്ന് തിരിയേണം. പോരാ പോരാ പാതിരിയാകാൻ, മുഴുവൻ കത്തിത്തീരേണം. കുഞ്ഞുണ്ണി മാഷ് വൈദികരെ പറ്റിയുള്ള തൻ്റെ ചിന്താധാര വരികളിൽ കൂടെ കുറിച്ചിട്ടതാണ് ചൊല്ലിയത്. അഭ്യന്തനായിട്ടുള്ള മൈക്കിൾ പനച്ചിക്കലച്ചനെ പറ്റി ഓർക്കുമ്പോൾ നമുക്ക് നിസ്തുലമായ ഒരു ജീവിതത്തിൻ്റെ മുഴുവൻ കത്തിയെരിഞ്ഞ ജീവചരിത്രമാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. സുവിശേഷത്തിനു വേണ്ടി കത്തിയെരിഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ. ഞാൻ ഓർക്കാറുണ്ട്, പല ധ്യാന കേന്ദ്രങ്ങളിലും പോകുമ്പോൾ അച്ഛൻ്റെ ആ മുഴക്കമാർന്ന ശബ്ദം ഉച്ചഭാഷണികളിൽ കൂടെയും ചെറിയ ബോക്സുകളിൽ കൂടെയും ഒക്കെ ഒഴുകി വരും. ആ ഒഴുകി വരുന്ന അത്രയും ദൈവത്തിൻ്റെ വചനങ്ങൾ അത്രയുമാണ്. ദിവസം ആദ്യം മുതൽ അന്ത്യം വരെയും ഒരു തപസ്യ എന്നോണം നിരന്തരം വായിച്ച് അനേകരിലേക്ക് അതെത്തിക്കുവാൻ, പെൺഡ്രൈവുകളിലും ഒക്കെ കൂടി അനേകരിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണമുള്ള തൻ്റെ സമയം വിനിയോഗിച്ച്, തൻ്റെ ശേഷി വിനിയോഗിച്ച് ഒരു വലിയ ആത്മീയ ചൈതന്യ സർവ്വിലേക്ക് പകർത്തുവാൻ തക്കവണ്ണം ആ സുവിശേഷ സബരിയ ഉതകുമാറായി എന്നുള്ളത് പ്രത്യേകം ഓർക്കുകയാണ്. അച്ഛൻ്റെ സിഗ്നേച്ചർ എന്ന് പറയാവുന്ന അനേകം ഗാനങ്ങളുണ്ട്. ഇതിലേറ്റവും ശ്രദ്ധേയമായ ഗാനം തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ എന്നുള്ള ഗാനമാണ്. അനേകം ഹൃദയങ്ങളെ സ്വാംശീകരിച്ച, അനേക ഹൃദയങ്ങൾക്ക് ഭാഷ്യം നൽകിയ അനുഗ്രഹം. ഞാൻ ഓർക്കാറുണ്ട്, ഒരിക്കൽ അഞ്ചൽ എന്ന് പറയുന്ന പ്രദേശത്ത് ശുശ്രൂഷ നടത്തി വരവേ രവിശങ്കർ, ശ്രീ രവിശങ്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു യോഗ പരിപാടിയിൽ പങ്കെടുക്കുവാനായിട്ട് പോകുവാനായിട്ടിടയായി. ആ സമയത്ത് അതിൻ്റെ ഒരു ഫോളോ അപ്പ് പോലെ തുടർന്ന് ഒരു ISROയിൽ ഒരു സയൻറ്റിസ്റ്റ് ഒരു ദിവസം അവിടെ വന്നു. അപ്പോൾ ലേറ്റായി വരുന്നവർക്ക് ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുക എന്ന പരിപാടി ഉണ്ടായിരുന്നു. അതായത് നമുക്ക് കുർബാനയും കഴിഞ്ഞിട്ട് ആ പറയുന്ന സമയത്ത് എല്ലാം പറ്റുമായതില്ല. അപ്പോൾ ആ സമയത്ത് ചെന്നപ്പോൾ അദ്ദേഹം ഒരു പണിഷ്മെൻറ്റായിട്ട് എനിക്ക് തന്നത് ഈ പാട്ടാണ്. ഈ പാട്ട് പാടാമെന്ന് ചോദിച്ചു. ഞാൻ തിരുനാമകീർത്തനം എന്നുള്ള ഗാനം അവിടെ വെച്ച് പാടുകയുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം തോന്നിയ ഒരു അനുഭവമാണ്. കൈന്ദവനായ ഒരു സഹോദരൻ തൻ്റെ ജീവിതത്തിൽ ഈ ഒരു ഗാനം കേൾക്കണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതൊരു സന്തോഷമായിട്ട് തോന്നി. കാരണം എല്ലാ മനസ്സുകളെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്നതും എല്ലാ മനസ്സുകളിലേക്കും ദൈവത്തിൻ്റെ ഭാവം നൽകുന്നതുമായ അത്യുദാത്തമായ ഒന്നാണ് ഈ ഒരു സങ്കലനം എന്ന് ഓർക്കുകയാണ്. പ്രിയപ്പെട്ട അച്ഛൻ്റെ ആത്മീക വെളിവുകളിൽ ദൈവം തമ്പുരാൻ നൽകിയ പ്രകാശം നമ്മുടെ ജീവിതയാത്രയിൽ അതൊരു വലിയ സ്നേഹ ചൈതന്യമായിട്ട് ദൈവത്തോടുള്ള ആരാധനയായി നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവത്തോട് നമുക്കുള്ള ഉത്കടമായ സ്നേഹാഭിനിവേശം പുറപ്പെടുവിക്കാനായിട്ടുള്ള ഒരു മാർഗമായിട്ട് ആ ഗാനം നമ്മുടെ ഹൃദയങ്ങളിലും നാവുകളിലും എപ്പോഴും ആയിരിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെപ്പറ്റി ഏറെ സന്തോഷത്തോടുകൂടി ഓർക്കുന്നൊരു കാര്യം, അച്ഛൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ചില വ്യാഖ്യാനങ്ങളും ധ്യാന ചിന്തകളും ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ ഒരു പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും വലിയ ആളുകൾ എഴുതിയ വാക്കുകളുടെ കൊട്ടേഷൻസോ ഒന്നും അല്ല പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞിരുന്നത്. അച്ഛൻ കണ്ടറിഞ്ഞ, അച്ഛൻ അനുഭവിച്ചറിഞ്ഞ യേശുവിനെയാണ് എല്ലായ്പ്പോഴും അദ്ദേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുള്ളതെന്ന് ഓർക്കുകയാണ്. അദ്ദേഹം കലാപരമായ അനേകം കഴിവുകളുണ്ടായിരുന്നു. ഒരിക്കലും താൻ ഒരു പഠനത്തിൽ വലിയ സമൃദ്ധനായ ഒരാളായിരുന്നുവെന്ന് അദ്ദേഹം ഒരിക്കലും അവകാശപ്പെടുന്നില്ല. അദ്ദേഹം ഏറെക്കാലങ്ങളിൽ നാടകത്തിൻ്റെ രംഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്നതായിട്ടും ഒക്കെയും പ്രിയപ്പെട്ട അച്ഛന് ഞങ്ങളുടെ ഒരു ധ്യാനത്തിൽ വന്നപ്പോൾ പറയുകയുണ്ടായി. പ്രിയപ്പെട്ട അച്ഛന് യേശുവിൻ്റെ കുരിശുമരണത്തെപ്പറ്റി അതിമനോഹരമായ ഒരു ചിന്താധാര ഞങ്ങൾക്ക് സെമിനാരി കാലഘട്ടത്തിൽ നൽകിയുണ്ടായി. അദ്ദേഹം പറയുകയാണ്, യേശുക്രിസ്തു കുരിശിൽ മരിച്ചാൽ നമ്മുടെ പാപങ്ങൾ എങ്ങനെയാണ് മോചിക്കപ്പെടുക? ആ ഒരു സ്നേഹ ചൈതന്യത്തെപ്പറ്റി അദ്ദേഹം ഒരു ഉദാഹരണ സഹിതം വ്യക്തമാക്കി. കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം കൂടെ ദൈവാലയത്തിൻ്റെ മുൻഭാഗത്തായിട്ടാണ് ഇരിക്കാറുള്ളത്. അവിടെ കിടന്നുകൊണ്ട് അവരുടേതായ സുഹൃത്തമായ ശൈലിയിൽ കളിക്കുകയും ഓടുകയും ചാടുകയും ഒക്കെയും ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് കാണുന്നതെല്ലാം വിനോദമാണ്. അവർക്ക് ആ വിശുദ്ധ കുർബാനയുടെ സമീപത്തിലായിരിക്കുമ്പോൾ തന്നെ അവർക്കിതൊന്നും മനസ്സിലാകാത്ത രീതിയിൽ അവരുടേതായ രീതിയിൽ സ്വതശക്തമായ ബാലശൈലിയിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെ ഒരു കൊച്ചു കുഞ്ഞിനെ അമ്മ വിളിച്ചിട്ട് എൻ്റെ കാതിൽ എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞ് അവിടെ ശാന്തമായിട്ട് നിൽക്കാൻ തുടങ്ങി. കൂടെയുള്ളവരൊക്കെ അവൻ്റെ ചെറിയ നീരസമൊക്കെ ഉണ്ട്, എങ്കിൽ പോലും അവനെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണ്. പക്ഷേ അമ്മ പറഞ്ഞിട്ടുണ്ടാകും, അവിടെ നിന്നുകൊണ്ട് കുർബാനയിൽ നിന്ന് ആളെ കണ്ടോ, അങ്ങേര് കുറച്ച് കഴിയുമ്പോൾ പുറത്തോട്ട് വന്നിട്ട് കത്തിയെടുത്ത് നിൻ്റെ മൂക്ക് മുറിച്ച് കളയും എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതാ ഒരു പക്ഷേ കുഞ്ഞ് അവിടെ ശാന്തമാകുന്നത്. പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ഞാൻ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പിറ്റേ ദിവസം ആലോചിക്കുകയാണ്, അവിടുത്തെ വികാരി അച്ഛൻ ആലോചിക്കുകയാണ്, ഹൗസ് വിസിറ്റ് നടത്തിക്കളയാം, ഇടവകങ്ങളെയൊക്കെ പോയി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോകുമ്പോൾ ഈ കുഞ്ഞ് വീടിൻ്റെ മുറ്റത്ത് നിൽക്കുകയാണെന്ന് കരുതുക.
ആ കുഞ്ഞ് അച്ഛനെ കാണുന്ന പാടെ ഉറക്കെ കരഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് കയറി അമ്മയുടെ സാരിത്തടപ്പിൻ്റെ പിന്നിലേക്ക് അവനെ മറയുവാനായിട്ട് ശ്രമിക്കും. അച്ഛൻ അവനെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് അവന് മുട്ടായി നീട്ടിയാൽ ആ മുട്ടായി കണ്ടുകൊണ്ട് അടുക്കിലേക്ക് വരത്തില്ല. കാരണം അവനറിയാം ഒരു മുട്ടായിയെക്കാട്ടൊക്കെ വില മൂക്കിനുണ്ടെന്ന്. അതുകൊണ്ട് ഈ മൂക്ക് മുറിച്ച് കളയെന്നുള്ള പേടിയിൽ ഇവനിങ്ങനെ നിൽക്കുമ്പോൾ അച്ഛന് ചെയ്യാനാവുന്ന എന്താണ്? അച്ഛൻ അവൻ്റെ പ്രായത്തിലുള്ള അനേകം കുഞ്ഞുങ്ങളെ തൻ്റെ വണ്ടിയിൽ കയറ്റി അവരുടെ വീട്ടിൽ ചെല്ലുക. വീട്ടിൽ ചെന്ന ശേഷം ഈ കുഞ്ഞുങ്ങൾ അച്ഛൻ്റെ കുപ്പായത്തിൽ എല്ലാം ചളിപിടിയിട്ടപ്പോഴും ഈ കുപ്പായത്തിൽ മുഴുവൻ ഉടച്ചു കളയുമ്പോഴും ഈ കുപ്പായം വലിച്ചു കയറുമ്പോഴും ഈ അച്ഛനെ ഉപദ്രവിക്കുമ്പോഴും ഒക്കെ അച്ഛൻ സ്നേഹത്തോടെ അവരോട് കൂടെ നിൽക്കുകയാണെങ്കിൽ കുറേ കഴിയുമ്പോൾ ഈ കുഞ്ഞ് അമ്മയുടെ സാരിത്തലപ്പ് വിട്ടിട്ട് ഈ അച്ഛൻ്റെ മടിയിൽ വന്ന് ഇരിക്കും. ദൈവത്തെ ഇതുപോലെയാണ് നമ്മൾ കാണേണ്ടതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതായത് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ വളരെ അകലത്തായിട്ട് കാണുന്ന ദൈവം നമുക്ക് സമീപത്തായിട്ട് വന്ന് നമ്മൾ ഏൽപ്പിച്ച മുറിവുകൾ അത്രയും ഏറ്റുവാങ്ങിക്കൊണ്ട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിലാണ് നമ്മുടെ പാപകടങ്ങൾ അത്രയും പരിഹരിക്കപ്പെടുന്നതെന്ന് പ്രിയപ്പെട്ട അച്ഛൻ നൽകിയ ഒരു ബോധ്യം വലിയ ഒരു ചിന്താധാരയായി ഹൃദയത്തിൽ ഇപ്പോഴും അവശേഷിക്കുകയാണ്. പ്രിയപ്പെട്ട അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ലാളിത്യമാർന്ന ഒരു ശൈലിയായിരുന്നു പ്രിയപ്പെട്ട അച്ഛൻ്റേത്. അച്ഛനെ ഞാൻ ദൂരങ്ങളിൽ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. ഞാനങ്ങനെ വലിയൊരു ധ്യാന ഗുരുവോ അല്ലെങ്കിൽ വലിയ ധ്യാന ഗുരുക്കന്മാരുടെ ഒപ്പം ഇങ്ങനെ നടക്കുന്ന ഒരാളോ ഒന്നുമല്ല. ഞാനൊരു സാധാരണ വൈദികനാണ്. ഒരു സാധാരണ വൈദികൻ്റെ സാധാരണമായ ഭാഷയിൽ നിന്നുകൊണ്ട് സാധാരണമായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയ അത്ഭുതവും ആനന്ദവുമാണ് എൻ്റെ ഹൃദയത്തിൽ ഉള്ളത്. ഒരിക്കൽ ഈ നമ്മുടെ സീവർ ഖാനച്ചൻ്റെ ആ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് സഹിയോൻ എന്ന് പറയുന്ന ധ്യാന കേന്ദ്രത്തിൽ ഒരിക്കൽ പോകുവാനായിട്ടിടയായി. ആ സമയത്ത് അവിടെ കുമ്പസാരിപ്പിക്കാനായിട്ട് പ്രിയപ്പെട്ട അച്ഛൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ അടുക്കൽ നിന്ന് കുമ്പസാരിക്കാൻ ലഭിച്ച ഒരവസരം ദൈവം തമ്പുരാൻ നൽകിയ വലിയൊരു അനുഗ്രഹമായിട്ട് കാണുകയാണ്. അനേകം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള പ്രിയപ്പെട്ട അച്ഛൻ, അനേകം ഗാനങ്ങൾക്ക് മിഴിവാർന്ന ഭാവം നൽകിയ പ്രിയപ്പെട്ട അച്ഛൻ എന്നും ഓർക്കപ്പെടുന്നത്, നമുക്ക് തിരിച്ചറിയാനാവുന്നത് അദ്ദേഹം ചെയ്തിട്ടുള്ള അനവധിയായ ശുശ്രൂഷയുടെ മേഖലകളെ നോക്കിക്കൊണ്ടാണ്. സ്വതസിദ്ധമായിട്ടുള്ള വേദോത്സവത്തിൻ്റെ ആ ഉൾപ്രേരണകളിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മ നിറവിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ധ്യാന ചിന്തകൾ നമുക്കായിട്ട് ഒരു വിപുലീകൃതമായ അവസ്ഥയിൽ അത് ലഭിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ അറിയാതെ ആരാധിച്ചു പോകും. തിരുനാമകീർത്തനം അറിയാതെ പാടിപ്പോകും. പ്രിയപ്പെട്ട അച്ഛന് എൻ്റെ ഒരു ലാളിത്യം വളരെ പതിഞ്ഞ ഒരു സ്വരമാണ്, നല്ല ഉറപ്പുള്ള ഒരു സ്വരമാണ് പ്രിയപ്പെട്ട അച്ഛൻ്റെ. പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുകയും വളരെ ചെറിയ ഒരു കൈകൊടുന്ന വെള്ളത്തിൽ ഒരു കടലിരമ്പം കേൾക്കും പോലെ വളരെ ഡെപ്തുള്ള വാക്കുകൾ പ്രിയപ്പെട്ട അച്ഛനിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ എത്ര ശാന്തമാണെങ്കിലും അത് നമ്മുടെ ഹൃദയത്തെ ഒരുപാട് സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. സമയം നോക്കാതെ, സൗകര്യം നോക്കാതെ എല്ലാ സമയവും ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയ ലോഗോസ് പ്രഭാഷണങ്ങളും ഇവയൊക്കെയും ഈ ഒരു കേരളത്തിൻ്റെ നല്ല ലോകത്തിൻ്റെ മുഴുവൻ തന്നെ മനസ്സുകളെ മാറ്റിമറിക്കുവാൻ തക്കവണ്ണം പര്യാപ്തമായ ഒന്നാണ്. സുവിശേഷം എടുത്തുകൊണ്ട് വിദേശങ്ങളിലേക്ക് ആദ്യമായി പോയ വൈദികരിൽ ഒരാളാണ് പ്രിയപ്പെട്ട അച്ഛൻ. അങ്ങനെ നോക്കുമ്പോൾ ഭാരത സഭയ്ക്ക് ഈ കൂട്ടായ്മകൾക്ക് ഒക്കെയും വലിയ പിൻബലം നൽകിയ അതുല്യമായ വ്യക്തിത്വത്തെ അകലങ്ങളിൽ നിന്നുകൊണ്ട് കണ്ടെങ്കിൽ പോലും അദ്ദേഹം നൽകിയ സ്വാധീനം വളരെ വലുതാണ് എന്ന് ഓർക്കുകയാണ്. പ്രിയപ്പെട്ട അച്ഛനെ പറ്റി സംസാരിക്കാൻ ഞാൻ ആരുമല്ലെങ്കിൽ കൂടിയും എൻ്റെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അച്ഛന് കൊടുക്കാൻ കഴിയുന്ന പ്രണാമമാണ് എൻ്റെ ഈ വാക്കുകൾ. പ്രിയപ്പെട്ട അച്ഛൻ്റെ ആത്മാവിന് ദൈവം തമ്പുരാൻ നിത്യശാന്തി കൊടുക്കട്ടെ. തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണെന്ന തിരുവചനം അനുസരിച്ച് വിശുദ്ധിയെ തികച്ച് ഓട്ടം പൂർത്തിയാക്കിയ ആ വന്യപുരോഹിതന് നിത്യദേശത്ത് മാലാഖമാരുടെ ദേശത്ത് ദൈവത്തെ അനുവരന്ന് സ്തുതിപ്പാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ കാരുണ്യം അദ്ദേഹത്തിന് കോട്ടയാകട്ടെ.